അതെ, ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. അതിനൊന്നുള്ള അവകാശം ആരും CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള മുൻ സ്പീക്കറായിട്ടുള്ള കുറേ കാലം നമ്മുടെ MLA ആയിട്ടുള്ള ഒരു സഖാവിനെ ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPIM യോജിപ്പില്ല. അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആര് പറഞ്ഞാലും ഈ നിലപാട് മാറ്റമാണോ തെറ്റിദ്ധരുത്തൽ? നിലപാട് മാറ്റമല്ല, ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് നിലപാട് മാറ്റമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഷംസീർ ലീഗാണ്, ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പർ എങ്ങനെയാണ് ലീഗ് എന്നുള്ള പ്രയോഗത്തിലൂടെ വിളിക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ്. എങ്ങനെയാന്ന് ഊക്കണമെന്ന് പറഞ്ഞു തന്നാൽ മതി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ എന്താ ഈ ഊക്ക് പറയേണ്ടത് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളിയാ. ഞാൻ എൻ്റെ ഊക്കിലല്ലേ പറയാ. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP നേതാവ് KM ഷംസീർ എന്ന് പറയുന്ന CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പറോട് ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ലീഗിന്റെ പ്രയോഗമൊന്നും നടത്താൻ പറ്റുന്ന ഒന്നല്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. മതിയോ ഊക്ക്? വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഒരു വർഗീയവാദികളുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾക്ക് ഉപയോഗിക്കുന്ന അതേ ഭാഷയിലാണോ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വരുന്നത്? മുസ്ലിം നാമം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അല്ല, അതൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല. അതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ഷംസീറിന്റെ പേരൊരു മുസ്ലിം പേരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് കരുതുന്നത്. അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ വിമർശനത്തിന് അദ്ദേഹത്തെ ചോദിക്കേണ്ടിയാണ് എന്തുകൊണ്ടാണെന്ന്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാർസിയുണ്ട്, ഒന്നും അല്ലാത്തവരുണ്ട്. ഒരു മതത്തിലും പെടാത്തവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനി എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ അല്ലാത്തവരും എല്ലാം ചേർന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരെങ്കിലും ഒരാളെ അദ്ദേഹത്തിന്റെ പേര് വെച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല. ആ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് നാമധാരി ആയതുകൊണ്ട് പറയുന്ന ആ നിലപാട് വർഗീയമാണോ എന്നാണ് ചോദ്യം. അത് കുറച്ചും കൂടി ആലോചിച്ച് പറയാം. കുറച്ചും കൂടി ആലോചിച്ച് പറയാം. നിങ്ങൾ ഇത് പത്ര വർഗീയ പരാമർശമാണെങ്കിൽ വർഗീയ പരാമർശമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഇവിടെ വർഗീയല്ല, ഇവിടെ ലീഗാ പറഞ്ഞത്. ലീഗ് വർഗീയമാണോ? ലീഗിനാ വർഗീയ പാർട്ടിയുടെ പട്ടികയിലാണോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ലീഗിന് വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ട്. അല്ലാണ്ട് വർഗീയ പാർട്ടിയുടെ പട്ടികയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു പാർട്ടിയല്ല ലീഗ്. എന്താ അറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനെപ്പറ്റി വെറുതെ വർത്തമാനം പറയേണ്ട കാര്യം. പക്ഷേ EDയുടെ നടപടിയിലെ കോൺഗ്രസോ VD സതീശന്റെ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് K സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് കോൺഗ്രസും CPM തമ്മിൽ ഒരു ധാരണയുണ്ട്. അല്ല, BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ EDയും അവരാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന VD സതീശനും കോൺഗ്രസും ഒക്കെ ഉള്ളത്. അതാ കാര്യം. അല്ലാണ്ട് ഡീല് ഞങ്ങൾ അതേ മിണ്ടില്ലല്ലോ. അവരെന്തിനാ മിണ്ടുന്നത്? അവരെല്ലാം കൂടി ചേർന്നല്ലേ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. പിന്നെ ഇതിനെ പ്രത്യേകിച്ച് മിണ്ടേണ്ട കാര്യം എന്താ ഉള്ളത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ടിരിക്കും. ഒരു ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ കാര്യം. ഈ ഒരു ശക്തമായ ഭാഷയിൽ എതിർക്കുന്നില്ല. കാരണം അത് ബിസിനസ്സാണ്. ആ കാര്യം അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞത്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ നിലപാടാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ബിസിനസ് വെച്ച് നടപ്പെടുത്തിയ കേസോ എന്ത് വേണം നടന്നോട്ടെ. എന്നാൽ അതിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായിട്ടും നേരിടും എന്നാണ് അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അതിൽ അന്നും വ്യത്യാസമില്ല, ഇന്നും വ്യത്യാസമില്ല. ഈ കള്ളൻ വിജയൻ ലേഖനവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചുള്ളൂ. അത് രാജി വാങ്ങിയതാണോ പാർട്ടി? അല്ല, ഞങ്ങൾ രാജിവെക്കേണ്ട വാങ്ങേണ്ട